ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ വീഡിയോയിൽ. അത് എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ റീസെൻ്റ്ലി എൻ്റെ ജോബ് ക്വിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവരാണെങ്കിൽ അറിയാൻ പറ്റും. ഞാനിപ്പോൾ ഒരു 6 to 7 months ആയിട്ട് ഞാനൊരു ജോബിന് പോകുന്നുണ്ടായിരുന്നു ടെക്നോ പാർക്കിൽ. സോ ഞാൻ റീസെൻ്റ്ലി, എനിക്ക് തോന്നുന്നു ഞാൻ ലാസ്റ്റ് വീക്കാണ് ഇത് ക്വിറ്റ് ചെയ്തത്. അപ്പോൾ എൻ്റെ നോട്ടീസ് പീരീഡ് ഞാൻ സെർവ് ചെയ്യുമായിരുന്നു. അപ്പോൾ നോട്ടീസ് പീരീഡും കഴിഞ്ഞ് ഞാൻ ഈ വീക്കാണ് ഞാൻ ഇറങ്ങിയത്. സോ അതിനെ പറ്റിയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ. ഈ ഒരു കാര്യം ഞാൻ ഒരു വീഡിയോയിൽ, ഞാനൊരു ഷോർട്സിൽ ഞാൻ ജസ്റ്റ് ഒരു പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിന് ശേഷം കുറച്ച് കമൻറ്റ്സ് വന്നായിരുന്നു. ഒരു 1-2 കമൻറ്റ്സ് ആണെന്ന് തോന്നുന്നു. എന്താ കമൻ്റ് എന്ന് വെച്ചാൽ, എന്നെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടതാണ് എന്നാണ്. HR ജോലിയിൽ കള്ളത്തരം കാണിച്ചതിന് HR പൊക്കിയെന്നാണ് കേട്ടത്, അങ്ങനെ പറഞ്ഞു വിട്ടതാണെന്നാണ്. അതിനുള്ളൊരു റിപ്ലൈ ഞാൻ ആദ്യം തന്നെ ഈ വീഡിയോയുടെ ഫസ്റ്റ് പറഞ്ഞോട്ടെ. ഞാൻ അതിന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. കാരണം ഇപ്പോൾ എന്തെങ്കിലും കള്ളത്തരം വെച്ച് പൊക്കിയതാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് നോട്ടീസ് പീരീഡ് നിൽക്കേണ്ടി വരില്ല. അപ്പോൾ തന്നെ അവർ പറഞ്ഞു വിടും. ഓക്കെ, അതാണ് ഫസ്റ്റ് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. അപ്പം അത്യാവശ്യം കോമൺ സെൻസ് ഉള്ള ആളാണെങ്കിൽ ആൾക്കാർക്ക് അത് മനസ്സിലാവും. നമ്മളെല്ലാവരും വർക്ക് ചെയ്യുന്നതല്ലേ, എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം നമുക്ക് നോട്ടീസ് പീരീഡ് സെർവ് ചെയ്യണം. ഞാനിപ്പോൾ 6 months ആയതുകൊണ്ട് തന്നെ എനിക്ക് 1 month നോട്ടീസ് പീരീഡ് ഉണ്ടായിരുന്നുള്ളൂ. സോ ആ ഒരു 1 month ഞാൻ നോട്ടീസ് പീരീഡ് സെർവ് ചെയ്തിട്ടാണ് ഇറങ്ങിയത്. നവംബറിലാണ് ഞാൻ പേപ്പർ ഇട്ടത്, ഡിസംബറിലാണ് ഞാൻ ഇറങ്ങുന്നത്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ആ കമൻറ്റ് വായിച്ചിട്ട് എനിക്ക് ചിരിയാണ് വന്നത്. എനിക്ക് ചെറിയൊരു വിഷമമായി. കാരണം ഇങ്ങനെയൊക്കെ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർ. പിന്നെ അതിന് താഴെ തന്നെ ക്ലാരിഫിക്കേഷൻ ഇല്ലാതെ ആൾക്കാർ അയ്യോ അങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്. ഞാൻ ഈ വീഡിയോയിൽ തന്നെ ഇപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് ആരിറങ്ങിയാലും ലൈക്ക് നോട്ടീസ് പീരീഡ് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുന്ന ദിവസം ഒരു ചെറിയ കേക്ക് കട്ടിങ്, ഒരു ചെറിയ ഗിഫ്റ്റൊക്കെ കൊടുക്കുന്ന ഒരു പതിവുണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ. എല്ലാ ഗ്രൂപ്പിലും ഉണ്ടെന്ന് എനിക്കറിയില്ല, ബട്ട് നമ്മുടെ ഗ്രൂപ്പിൽ, നമ്മുടെ ടീമിലുണ്ട്. സോ ഇതിന് മുന്നേ പോയവർക്കും അതുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ എനിക്കും അതുണ്ടായിരുന്നു. സോ ഇപ്പം ജസ്റ്റ് കോമൺ സെൻസോടെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പം എങ്ങാനും ഞാൻ കള്ളത്തരം കാണിച്ച് പൊക്കിയതാണെങ്കിൽ ആരെങ്കിലും കേക്കും കട്ട് ചെയ്ത് ഗിഫ്റ്റും തന്ന് വിടുമോ? ജസ്റ്റ് അതൊന്ന് ആലോചിച്ച് നോക്ക്. അവിടെ കള്ളത്തരം കാണിച്ച് പൊക്കുന്നവരെ തന്നെ അപ്പം തന്നെ സ്പോട്ട് പറഞ്ഞാൽ വിടാറ്. സ്പോട്ടിൽ ടെർമിനേറ്റ് ചെയ്ത് പറഞ്ഞു വിടും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് നോട്ടീസ് പീരീഡ് സെർവ് ചെയ്ത് കേക്കും കട്ട് ചെയ്ത് അങ്ങനെയൊന്നും വിടത്തേ ഇല്ല. അത് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, നിങ്ങൾക്കത് മനസ്സിലാവുമല്ലോ. അപ്പം അതൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പം ഇനിയിപ്പോൾ അങ്ങനെയാണെങ്കിൽ തന്നെ ഉറപ്പായിട്ടും ആരും ഇത് തുറന്ന് പറയത്തുമില്ല. ഇപ്പം എനിക്ക് എന്തെങ്കിലും കള്ളത്തനം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്തൊന്നും പറയേണ്ട ആവശ്യമില്ല, മനസ്സിലായില്ലേ? അപ്പം അങ്ങനത്തെ ഒരു കാര്യമാണെങ്കിൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് ഓപ്പണായിട്ട് എനിക്ക് പറയേണ്ട ആവശ്യമില്ല ഞാൻ ജോലി റിസൈൻ ചെയ്യാൻ പോവുകയാണെന്നുള്ള കാര്യം. അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. എൻ്റെ കമ്പനി പറഞ്ഞു വിട്ടതോ അങ്ങനെയൊന്നും അല്ല. ഞാൻ ജോബിൽ ഒരു രീതിയിൽ ഞാൻ കള്ളത്തരം കാണിച്ചിട്ടുമില്ല. നെക്സ്റ്റ് കാര്യത്തിലോട്ട് കിടക്കാം. ഞാൻ എന്തുകൊണ്ടാണ് ജോബ് ക്വിറ്റ് ചെയ്തതെന്നാണ്. ഞാൻ വേറെ കമൻറ്റ് ഞാൻ കണ്ടായിരുന്നു. ചേച്ചിയുടെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ജോബിന് കയറിയത്, പക്ഷെ ഇപ്പോൾ ചേച്ചി ഇറങ്ങുവാണോ എന്നൊക്കെ പറഞ്ഞൊരു കമൻറ്റ് ഞാൻ കണ്ടായിരുന്നു. സോ അതിനുള്ള റിപ്ലൈ ആണ് ഇപ്പോൾ ഞാൻ ആ ഒരു വീഡിയോ ഇട്ടതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ജോബ് സെക്യൂർ ചെയ്യുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. കാരണം ഭയങ്കര കോമ്പറ്റീഷനുമാണ്. ഒരുപാട് പേർക്ക് ജോബ് കിട്ടാതെ നിൽപ്പുണ്ട്. എൻ്റെ അറിവിൽ തന്നെ എത്ര പേരുണ്ടെന്ന് അറിയാമോ? മാത്രമല്ല തുച്ഛമായ സാലറിയിൽ ലൈക്ക് ഒരു 10,000, 8,000 രൂപയ്ക്കൊക്കെ ജോലി ചെയ്യുന്നവരുണ്ട് ഇപ്പോഴും, മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയുള്ളവർക്കും ജോബ് അത്യാവശ്യമുള്ളവർക്കും, മനസ്സിലായില്ലേ, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തത്. ഇപ്പം ജോലി ഇല്ലാത്തതിൻ്റെ വില അവർക്കേ മനസ്സിലാവുള്ളൂ, മനസ്സിലായില്ലേ? സോ അതാണ് ഞാൻ ഒരു വീഡിയോ ചെയ്തത്. കാരണം എൻ്റെ വീഡിയോ കാണാൻ ഇപ്പം അത്യാവശ്യം കുറച്ച് പേരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ട്. അപ്പം ആ കാണുന്നവർക്കെങ്കിലും ആ ഒരു യൂസ്ഫുൾ ആയിക്കോട്ടെ. എൻ്റെ വീഡിയോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പലർക്കും ജോബ് കാണണമെന്നില്ല. ജോബ് സെർച്ച് ചെയ്യുന്ന ഒരുപാട് പേര് കാണും, സെർച്ച് ചെയ്തിട്ട് അപ്ലൈ ചെയ്തിട്ടും കിട്ടാത്ത ഒരുപാട് പേര് കാണും. അതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്തത്. റീസൺ വെച്ചിട്ട് എന്തൊക്കെയാണ് ജോബ് ഡീറ്റെയിൽസ്, പോസ്റ്റ്, അങ്ങനെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ജോബ് ക്വിറ്റ് ചെയ്തതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ കുറച്ച് റീസൺസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ പഠിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ സ്റ്റഡീസ് അത്യാവശ്യം ഞാൻ ഡ്രോപ്പ് ചെയ്ത മട്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ നൈറ്റ് ജോബ്, മോർണിംഗ് ഷൂട്ട്, ഇതിനിടയ്ക്ക് പഠിത്തം നടക്കുന്നില്ല.
സോ അതുകൊണ്ട് എൻ്റെ സ്റ്റഡീസ് എനിക്ക് ഫോക്കസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഞാൻ ഈ ജോബ് ക്വിറ്റ് ചെയ്തതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ എൻ്റെ സ്റ്റഡീസിന് വേണ്ടിയിട്ടാണ് മെയിൻ റീസൺ. എൻ്റെ സ്റ്റഡീസിന് വേണ്ടിയിട്ടാണ് മെയിൻ റീസൺ. പിന്നെ നെക്സ്റ്റ് മാത്രമല്ല, എൻ്റെ ഹെൽത്തും ഇച്ചിരി ഓക്കെ അല്ലായിരുന്നു. കാരണം എന്താണ്, ഇപ്പം നമുക്കറിയാം നൈറ്റ് ഷിഫ്റ്റ് ആയതുകൊണ്ട് നമുക്ക് ഉറക്കം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഉറക്കം എനിക്ക് കുറവാണ്. കാരണം ഷൂട്ട് കാണും, 1.5 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഉറങ്ങിയിട്ട് ജോലിക്ക് പോകുന്ന ദിവസങ്ങളുണ്ട്. ഷൂട്ടുണ്ട്. സോ ഷൂട്ട് കഴിഞ്ഞ് നേരെ ജോലിക്ക് പോകുന്നു. അങ്ങനെ കുറച്ച് കോംപ്ലിക്കേഷൻസ് ആയിരുന്നു. അങ്ങനെ ഇച്ചിരി ഹെൽത്ത് ഇഷ്യൂസ്, ഇച്ചിരി അല്ല കുറച്ചധികം ഹെൽത്ത് ഇഷ്യൂസ് എനിക്ക് വന്നു. സോ അതുകൊണ്ടും കൂടെയാണ് ഒരു റീസൺ, ഞാൻ ജോബ് വിടുന്നതിൻ്റെ ഒരു റീസൺ. ബട്ട് മെയിൻ റീസൺ ഞാൻ പറയട്ടെ, സ്റ്റഡീസ് തന്നെയാണ്. അപ്പോൾ സെക്കൻഡ് റീസൺ ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് ഷൂട്ട്സ് ഒക്കെ ഉള്ളതുകൊണ്ട് അതും ഇതും കൂടെ എനിക്ക് ബാലൻസ് ചെയ്യാൻ പാടാണ്, ഭയങ്കര പാടാണ്. ഉറക്കമില്ല, ഫുഡ് ശരിയാവുന്നില്ല. പിന്നെ വേറെ ഞാൻ കുറച്ച് കമൻറ്റ്സ് കണ്ടായിരുന്നു. ഇപ്പോൾ എന്താണ്, ഞാൻ ജോബ് വിടുന്നതിന് അതായത് ഇതുപോലെ പക്ക റീസൺ ഉണ്ട്, അല്ലാതെ എൻ്റെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്കോ കമ്പനിയുടെ ഇത് കാരണം ഞാൻ വിടുന്നതോ അല്ല. ഇപ്പം എൻ്റെ ഭാഗത്തുള്ള കാര്യം ഞാൻ ക്ലിയർ ചെയ്തല്ലോ, ഇതാണ് സംഭവം. അതുകൊണ്ട് ദൈവം ഇതൊന്നും പറഞ്ഞു ഉണ്ടാക്കരുത്. പിന്നെ കമ്പനിയുടെ ഭാഗത്തു നിന്നായാലും ഒന്നും സംഭവിച്ചിട്ടല്ല ഞാൻ ജോബ് വിടുന്നത്. ഓക്കെ, പിന്നെ എനിക്ക് നല്ല വിഷമമുണ്ടായിരുന്നു ജോബ് വിടുന്നതിന്. കാരണം നമ്മൾ ഇത്ര നാളൊരു ഫാമിലി പോലെ ഒരു ഗ്രൂപ്പിൽ എല്ലാവരും മിങ്കിൾ ചെയ്ത് നമ്മൾ ഒരിടത്ത് വർക്ക് ചെയ്തിട്ട് പെട്ടെന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് ഇച്ചിരി എന്താ പറയുക, അത്യാവശ്യം അതിൽ കൂടുതൽ നല്ല വിഷമമുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല വിഷമമുണ്ടായിരുന്നു. എൻ്റെ കാരണം എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട് അവിടെ. അപ്പോൾ അവരെയൊന്നും എപ്പോഴൊന്നും കാണാൻ പറ്റില്ലല്ലോ. അങ്ങനെ പിന്നെ എല്ലാവരും, അപ്പോൾ അല്ലാതെ കമ്പനിയുടെ ഭാഗത്തുനിന്നൊന്നും ഒരു മിസ്റ്റേക്ക് ഒന്നുമില്ല. ഓക്കെ, ഒന്നുമില്ല. അങ്ങനെയൊന്നും ദയവ് ചെയ്ത് കമ്പനി ഇടരുത്, ഒന്നുമില്ല. ഇപ്പം നമുക്ക് ഒരിടത്ത് നിന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് പക്ക റീസൺ ഉണ്ട്, അല്ലാതെ അവരുടെ മിസ്റ്റേക്ക് കാരണം അല്ലെങ്കിൽ എൻ്റെ മിസ്റ്റേക്ക് കാരണം മാത്രമാണ് ഞാൻ ഒരാൾ റിസൈൻ ചെയ്യുന്നത് അല്ല. ഓക്കെ, അപ്പോൾ കമ്പനിയുടെ ഭാഗത്തൊന്നും അങ്ങനെ ഒന്നുമല്ല, ഒരു പ്രശ്നവും ഇല്ല. ദയവ് ചെയ്ത് ഒന്നും പറഞ്ഞുണ്ടാക്കല്ലേ, ഒരു പ്രശ്നമില്ല. സോ അത് ക്ലാരിഫൈ ചെയ്യേണ്ട എൻ്റെ ഡ്യൂട്ടിയാണ്. സോ എൻ്റെ ഭാഗത്തുനിന്നോ കമ്പനിയുടെ ഭാഗത്തുനിന്നോ അവരുള്ളവരുടെ ഭാഗത്തുനിന്നോ ഒരു കാര്യവും ഉണ്ടായിട്ടല്ല, ഒരു എന്താ പറയുക സംഭവവും ഉണ്ടായിട്ടല്ല ഞാൻ ജോബ് വിടുന്നത്. ഓക്കെ, അപ്പോൾ ഈ റീസൺസ് കൊണ്ടാണ് ഞാൻ ജോബ് വിടുന്നത്. എനിക്ക് സ്റ്റഡീസിൽ കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്യണം, അതിൻ്റെ കൂടെ കുറേ ഷൂട്ട്സ് ചെയ്യണം, വീഡിയോസ് ചെയ്യണം. അങ്ങനെയാണ് എൻ്റെ ഒരു ആഗ്രഹം. സോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ജോബ് മനസ്സോടെ ക്വിറ്റ് ചെയ്തത്. കാരണം എനിക്ക് അത്ര ആഗ്രഹമൊന്നും ഉണ്ടായിട്ടല്ല ക്വിറ്റ് ചെയ്തത്. ഞാൻ ഒരുപാട് തവണ റീതിങ്ക് ചെയ്ത് ഫാമിലിയായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തിട്ടാണ് ഞാൻ ക്വിറ്റ് ചെയ്തത്. കാരണം ഇച്ചിരി പാടാണ്, ആ ഒരു ക്വിറ്റ് ചെയ്യാമെന്നൊരു ഡിസിഷൻ എടുക്കാൻ ഇച്ചിരി പാടാണ്. പിന്നെ വേറെ വഴിയില്ലാത്തതുകൊണ്ട് എടുത്തേ പറ്റുള്ളൂ. കമ്പനിയിൽ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, അവരോടൊക്കെ ഞാൻ സ്റ്റിൽ ഇൻ ടച്ചാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം എൻ്റെ ഗ്രൂപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് പേര് എനിക്ക് ക്ലോസ് ടു ഹാർട്ടായിട്ടുണ്ട്. ഒരുപാട് പേര്, കുറച്ച് പേരൊക്കെ ഇങ്ങനെ മെസ്സേജ് ആയിരുന്നു, ജോയിൻ ചെയ്യാൻ പോവുകയാണ്, ചേച്ചിയുടെ വീഡിയോസ് കണ്ടിട്ടാണ് കയറിയത്, അപ്ലൈ ചെയ്തത്, എനിക്ക് കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട്. അതിലെനിക്ക് ഒരുപാട് സന്തോഷം. കാരണം ഞാൻ കാരണം ഒരാൾക്ക് അല്ലെങ്കിൽ ഒന്നല്ലെങ്കിൽ 2 പേർക്കെങ്കിലും 2 പേർക്ക് ജോബ് കിട്ടിയല്ലോ. അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്, ഒരുപാട് സന്തോഷം. സോ അത് അങ്ങനെ നിങ്ങൾ കയറുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെ ഞാനോട്ടൊന്ന് ഷെയർ ചെയ്യണം. കാരണം അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മുടെ ഫസ്റ്റ് ജോബ് എന്ന് പറയുന്നത് ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ആയിരിക്കുമല്ലോ. സോ ഉറപ്പായിട്ടും എൻ്റെ ഇവിടുത്തെ ഫസ്റ്റ് ജോബിൽ ഞാൻ ഗൈഡ് ഹൗസിലാണ് വർക്ക് ചെയ്തിരുന്നത്. ഫസ്റ്റ് ജോബിൽ എനിക്ക് ഉറപ്പായിട്ടും ഒരു സ്പെഷ്യൽ പ്ലേസ് ഇൻ മൈ ഹാർട്ട് ഉറപ്പായിട്ടും കാണും. സോ ബാക്കി, അതായത് കേക്ക് കട്ട് ചെയ്തതും ബാക്കി കാര്യങ്ങൾ, ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഞാൻ അടുത്ത ക്ലിപ്പിൽ ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും. യെസ്, അപ്പം ഇന്നാണ് എൻ്റെ ലാസ്റ്റ് ഡേ. അപ്പം എന്തെങ്കിലും പറയാനുണ്ടോ ലാസ്റ്റ് ഡേ? പറ, എന്തെങ്കിലുമൊക്കെ പറ. റിവേർട്ട് ചെയ്യാനേ പറയാനാണ്, വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? പറയടി. ഒന്നുമില്ല. ഇവര് പറയണം എങ്ങനെയെങ്കിലും ശല്യം ഇറങ്ങി പോവും. കര പക്ഷെ നമ്മളുടെ കോണ്ടാക്ട് പുറത്ത് വെച്ച് കാണാം അല്ലേ? പക്ഷേ ഒരുപാട് പേര് മിസ് ചെയ്യും. കാരണം നമ്മൾ ട്രെയിനിങ് വന്നപ്പോൾ തന്നെ ഞാൻ കമ്പനിയായ 2 പേരാണ് ഇവർ 2 പേരും. അപ്പോൾ ഞാൻ ഉറപ്പായിട്ട് 2 പേരെയും ഭയങ്കരമായിട്ട് മിസ് ചെയ്യും, ഒരുപാട് മിസ് ചെയ്യും, 2 പേരും മിസ് ചെയ്യും.
ഞാൻ പോണ പ്രമാണിച്ച് അവസാനമായിട്ട് വെൻഡിങ് മെഷീനിൽ ഞാൻ ആസുവിന് എന്റെ ചെലവില് വെൻഡിങ് മെഷീൻ പ്രത്യേകിച്ച് ഒന്നുമില്ല. അതെ വാങ്ങിത്തരാൻ പ്ലാൻ ഒന്നും ഇല്ല. ഇങ്ങനെ നിർത്തി നിർത്തി പറ്റിക്കലാണ് പരിപാടി. ഇന്ന് ഞാൻ വാങ്ങിത്തരും ഉറപ്പ്. ഓക്കെ. കുർക്കുറെ 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 കേപ്പാതി ടപ്പിയൊക്കെ എനിക്ക് ടപ്പിയൊക്കെ ഇപ്പോൾ കിഴങ്ങാണടി. അതുകൊണ്ട് കിഴങ്ങ് ഭയങ്കര ഇഷ്ടമാണ്. കിഴങ്ങ് നമ്മുടെ അവസാനത്തെ സാധനം കണ്ട് ജോലിക്ക് വന്ന ആൾക്കാരാണ്. അതെ വെൻഡിങ് മെഷീനിൽ തുടങ്ങി വെൻഡിങ് മെഷീനിൽ അവസാനിക്കുന്നത്. നമ്മുടെ ലാസ്റ്റ് ടീ ബ്രേക്ക്. അതെ വിഷമമുണ്ട്. വിഷമമൊന്നും ഇല്ല, വെറുതെയാണ്. ഭാഗ്യം എനിക്ക് തനിയെ ചായ പിടിക്കാൻ പോവാല്ലേ. ബാക്കി തിന്നാൻ ഫുഡുണ്ടോ അതിൽ കുക്ക് ചെയ്തിട്ട് ഒരു പിള്ളേർ വെച്ചിട്ട് അങ്ങനെ എടുക്കാം. ഇതിൽ നമ്മളെ കാണാം. ഗൈസ്, അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഡേ ആണ്. ശരിക്കും ഇന്നലെ ആയിരുന്നു ലാസ്റ്റ് ഡേ. അപ്പോൾ ഇന്ന് പോയിട്ട് നമ്മുടെ ID കാർഡ് അങ്ങനെ കുറച്ച് സാധനങ്ങൾ തിരിച്ചു കൊടുക്കണം. അപ്പോൾ എന്നിട്ട് എല്ലാവരെയും ഒന്ന് കാണണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് പോകുന്നത്. അപ്പോൾ ഇന്ന് നേരത്തെ പോയി ID ഒക്കെ കൊടുത്തിട്ട് ഞാനിവിടെ വെയിറ്റ് ചെയ്യും. അപ്പോൾ എല്ലാവരും വന്ന് എല്ലാവരെയും കണ്ടിട്ട് ഞാൻ ഇറങ്ങും. അപ്പോൾ നേരെ നമുക്ക് ടെക്നോ പാർക്കിൽ പോകും. ഷോർക്കല്ലേ ചട്ടി ഹെൽമെറ്റ്. ബൗൺസർ ലുലു മോളിൽ പോകുന്നുണ്ടോ? അയ്യോ ഇത് വരൂല. നിനക്ക് കേക്ക് കട്ടിക്കൊണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാരും മുങ്ങി. ഗൈസ് എല്ലാരും ഇവിടെ പോണേൽ ഇവിടെ ആർക്കും ഒരു വിഷമവും ഇല്ലെന്ന് പറഞ്ഞാൽ അവരെല്ലാരും മുങ്ങി. ആരും കാണാനില്ല. സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞ് വന്നതാണ്. ഞാൻ ഇപ്പൊ ഒറ്റയ്ക്കുള്ളൂ. ഞാൻ ചായ കുടിച്ചിട്ട് പോകും. ബാറ്ററി ചായയാണ് എൻ്റെ അവസാനത്തെ അത്താഴം ഇവിടെ. ലാസ്റ്റ് ടീ. ഇവിടുത്തെ വെൻഡിങ് മെഷീൻ നമ്മൾ വീണ്ടും ലാസ്റ്റ് കാണും. ഇന്നലെ നമ്മൾ ഒരു വട്ടം ലാസ്റ്റ് കണ്ട്. ഇനി അടുത്ത ലാസ്റ്റ് ഇതാണ് ലാസ്റ്റത്തെ ലാസ്റ്റ്. ഇനി ലാസ്റ്റ് ഇല്ല. അതോടെ പോവാണ്. ഇല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു വിടും. അതെ, എത്ര കഴിഞ്ഞിട്ട് ഇറങ്ങി പോണില്ല. ഞാൻ ഇങ്ങനെ നീ ഈ സ്ഥലം മിസ് ചെയ്യോ? കള്ളി നീ ഇവിടെ വന്നിട്ടുണ്ടാ? വന്നിട്ടുണ്ടടി പണ്ട്. നമുക്ക് കൊണ്ട് ബ്ലോഗൊക്കെ പൊളിച്ച് കഴിയും. എല്ലാരെയും മിസ് ചെയ്യും. സ്ഥലം മിസ് ചെയ്യും. പ്രൊഡക്ഷൻ അടിക്കണമെന്ന് മിസ് ചെയ്യില്ല. വേറൊക്കെ മിസ് ചെയ്യും. സ്നിക്കേഴ്സ് വന്ന് എന്നെ ഒഴിവാക്കി. ആ കിറ്റ്കാറ്റ് ആണോ? ആ ഓക്കെ. ബാക്കി പറ. മേഘട വിനയം നോക്ക്. പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാം. പെർഫോമൻസ് ഫസ്റ്റ് ഡേ മുതൽ ഏറ്റവും കൂടുതൽ സിക്കർ റൂമിൽ കിടന്ന ആള്. പക്ഷെ എന്നാൽ ഇരിക്കുന്ന സമയത്ത് മര്യാദയ്ക്ക് ജോലി ചെയ്യും. ഓരോ കുറവാണ്. അപ്പച്ചാ അയ്യോ ബിബി ഒറ്റയ്ക്ക്
എററിൽ ആദർശിന്റെ ഫസ്റ്റ് വന്നപ്പോ തന്നെ പെട്ടെന്ന് കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നുണ്ട്. അതെനിക്ക് ഉറപ്പായിരുന്നു. പക്ഷേ റിപ്പീറ്റഡ് ആയിട്ട് എറേഴ്സ് ഒന്നും വരുന്നില്ല. പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ടായിരുന്നു. പുതിയ പുതിയ എന്ത് അഡ്ജസ്റ്റ്മെന്റിന് നിമിഷം തയ്യാറാണ്. അത്യാവശ്യം റീച്ചുള്ള ആളാണ്. എനിക്ക് അങ്ങനെ ഒരു താരജാടൊന്നുമില്ല. ജാട കാര്യങ്ങളൊന്നുമില്ല. ഭയങ്കര സിമ്പിളാണ്. ഭയങ്കര സിമ്പിളാണ്. ഭയങ്കര ഇരിക്കുന്ന ആരെ എണീക്കാൻ പറഞ്ഞ അമ്മച്ചിമാരെ എണീക്കാൻ പറഞ്ഞ സൈനോപ്പിന്റെ ഒരു പാട്ടുണ്ടോ അല്ലേ? അമൃത കരഞ്ഞി അമൃത കരഞ്ഞിരിക്കുക. പുലിയുടെ ചെരുപ്പിന്റെ കൂടെ ഒരു പുലിയുടെ ചെരുപ്പുണ്ടല്ലോ ഇവർക്ക്. ഇനി അതേപോലെ മടക്കിയ കാറിൽ വെച്ചു പെട്ടെന്ന് ഇതായിരുന്നു എൻ്റെ ലാസ്റ്റ് ഡേ അറ്റ് ഓഫീസ് എന്ന് പറയുന്നത്. തേഴ്സ്ഡേ ആയിരുന്നു എൻ്റെ പ്രൊഡക്ഷനിലെ ലാസ്റ്റ് ഡേ. അപ്പോൾ തേഴ്സ്ഡേ കൂടെ വർക്ക് ചെയ്താൽ മതിയായിരുന്നു. അപ്പോൾ ഈ ഇത്രയും വീഡിയോ കണ്ടതിൽ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു എന്തുകൊണ്ടാണ് ജോബ് ക്വിറ്റ് ചെയ്തത്, ബാക്കി കാര്യങ്ങളൊക്കെ. ആരോ ഒക്കെ ആവശ്യമില്ലാതെ കമൻറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് ഉറപ്പായിട്ട് നിങ്ങളൊന്ന് വിശ്വസിക്കരുത്. ഓക്കെ, അപ്പോൾ അത്രയുള്ള ഗൈസ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുടെ നമുക്ക് കാണാം. അപ്പോൾ ബൈ ബൈ.